രീതിയിൽ നമ്മുടെ പെൺമക്കൾ വളരേണ്ടതുണ്ട്. അവരെ ഖുർആൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പെൺമക്കൾ നടന്നു പോകുന്നത് പിശാചുക്കൾ പാർക്കുന്ന വേദാള നഗരത്തിലൂടെ രാവിലെ പ്ലസ്ടുവിന് പഠിക്കും പോകുന്ന കുട്ടി വൈകുന്നേരം തിരിച്ചു വരുന്നില്ല. അവള് കാമുകന്റെ കൂടെ തിരിച്ചു പോകുമ്പോ അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും പ്രലോഭനങ്ങളിൽ വീടുമ്പോ അവർക്കൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? രാവിലെ സ്കൂളിലേക്ക് പോയ കോളേജിലേക്ക് പോയ പെൺമക്കൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്നറിയാതെ ഡൽഹി നഗരത്തിൽ പട്ടാപ്പകലെ സഞ്ചരിക്കുന്ന പെണ്ണിനെ മലത്തിക്കടത്തി മാനമംഗം ചെയ്യുന്ന പിശാചുക്കളുടെ നാട്ട് പെണ്ണിന്റെ വിരലിൽ തൊട്ടാൽ മതി അവന്റെ വികാരം ഉണരുമെന്ന അവസ്ഥയിലേക്ക് പെണ്ണൊരു ഭോഗവസ്തുവാക്കി മാറുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് പോലും മൂത്രപ്പുറയിൽ വിസർജനത്തിന് പോകാൻ കഴിയാത്തൊരു ലോകമത പഠിക്കുമ്പോ ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തരട്ടെ. നിങ്ങളുടെ പെൺമക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളൊരു ദുആ ചെയ്യിപ്പിക്കണേ. ആരാ പഠിപ്പിച്ചു തന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പെൺമക്കൾ കോളേജിലേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ദുആ ചെയ്യിപ്പിക്കണം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔദല്ല അൻ അദില്ല ഔദല്ല അൻ അദ്ലിമ ഔദലമ അൻ അജ്ഹല ഉജ്ഹലു അലയ്യ. അല്ലാഹുവേ, എന്റെ പൊന്നുമോള് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നി അഊദു ബിക അൻ അദില്ല ഔദല്ല. അവള് വഴിവെച്ചുന്നതിൽ നിന്ന്, അവളെ വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്. പുതിയ ലോകത്ത് എത്ര പ്രസക്തമാണ് മുത്ത് റസൂലിന്റെ ദുആ. നിങ്ങളുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ ദുആ പറഞ്ഞിട്ട് ഇറക്കാവൂ. ഇന്നി അഊദു ബിക അൻ അദില്ല ഔദല്ല. അല്ലാഹുവേ, എന്റെ പൊന്നുമോൾ ഇറങ്ങുകയാണ്. എന്റെ കണ്ണിൽ നിന്ന് അവളെ പോവുകയാണ്. കൺമണിയെ പോലെ കാത്തു സൂക്ഷിച്ച് എന്റെ പൊന്നുമോൾ ഇറങ്ങുമ്പോ അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക അൻ അദില്ല ഔദല്ല. എന്റെ മോള് പിഴച്ചു പോകുന്നതിൽ നിന്ന്, അവള് വഴിപഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന്, അന്നസില്ല ഊസല്ല, അവളുടെ കാല് വഴുതി പോകുന്നതിൽ നിന്ന്, അവളെ വഴുതിക്കപ്പെടുന്നതിൽ നിന്ന്, ആരുടെയെങ്കിലും പ്രലോഭനത്തിൽ അവൾ പെട്ടുപോയി എന്റെ മോള് വഴിപഴപ്പിക്കുന്നതിൽ നിന്ന്, അന്നസിഹല, അവളുടെ അറിവില്ലായ്മയിൽ നിന്ന് നീ അവളെ കാക്കണയല്ലാ എന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് അവസാനം നിങ്ങൾ കരളുരുകി പറയണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ, നിന്നിൽ തവക്കുലാക്കി ഞാൻ എന്റെ മോളെ നിന്നിലേക്ക് ഇറക്കിവിടുകയാണെന്ന് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആളുകൾ വേണ്ട. ഏത് മാതാപിതാക്കളാണ് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ടാണ് വനിതാ വിദ്യാഭ്യാസ ഗ്രന്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസുകളുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ പെൺകുട്ടികളെ കാത്തിരക്ഷിക്കണം. അവരെ ഒരു മറിയമാക്കാൻ, അവരെ ഒരു ആയിഷയാക്കാൻ, അവരെ ഒരു ഫാത്തിമയാക്കാൻ. ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, നിന്റെ ഭാര്യയുടെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ജീവന്റെ തുടുപ്പ് കാണുമ്പോഴേ അല്ലാഹുവിനോട് കരള് പൊട്ടി നിങ്ങൾ ദുആ ചെയ്യണേ. നിങ്ങൾ ചോദിക്കും, ബാക്കവി ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്താൽ ആ ദുആ കൊണ്ട് കിട്ടുന്ന പ്രതിഫലമേതാ? അതിന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞത് UDF അല്ലല്ലോ, LDF അല്ലല്ലോ. ഇത് വാഗ്ദാനം പാലിക്കുന്ന പടച്ചറപ്പല്ലേ. ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് വേണ്ടി മാതാപിതാക്കൾ ദുആ ചെയ്താൽ ആ കുഞ്ഞിന് കിട്ടുന്ന പദവി ഏതാ? അതറിയണമെങ്കിൽ വീണ്ടും ഖുർആനിലേക്ക് നിങ്ങൾ വിളിക്കുകയാണ്. ഇത് ഖാലത്ത് ഇംറാത്തുൽ മറാന റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. തന്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞുണ്ടായപ്പോ മറിയം ബീവിയുടെ ഉമ്മയായ ഹന്ന റളിയല്ലാഹു തആല അൻഹ ഗർഭാശയത്തിൽ മറിയം ബീവി കിടക്കുമ്പോ ഉമ്മയുടെ ദുആയാണ്, അല്ലാഹ് എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഫതഖബ്ബൽ മിന്നി.
എന്റെ ഈ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു മറിയം ബീവിയുടെ ഉമ്മയായ ഹന്ന. ആ ദുആ അല്ലാഹു സ്വീകരിച്ചതുകൊണ്ടാണ് കൗമാരപ്രായത്തിലെത്തി നിൽക്കുന്ന മറിയം ബീവി പറയുന്ന മറിയമിന്റെ സവിശേഷത പറയുമ്പോ ഖുർആനിൽ സവിശേഷത പറയുന്നുണ്ട്. വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ. കൗമാരപ്രായത്തിലെത്തുമ്പോൾ മറിയം ബീവി പറഞ്ഞിട്ടുണ്ട് വലം യംസസ്നി ബശറുൻ, ഇതേവരൊരു പുരുഷന്റെ വിരളന്റെ ശരീരത്തിൽ തൊട്ടിട്ട് പോലുമില്ലെന്ന്. പതിവ്രതയായി പാതിവ്രത്യമുള്ളവളായി ലോകത്തിന്റെ അഴുക്കുകളില്ലാത്തവളായി ഏറ്റവും നല്ല മകളായി മറിയം ബീവി മാറാൻ കാരണം ഗർഭാശയത്തിൽ കിടക്കുമ്പോ ഉമ്മ ചെയ്ത ദുആയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഗർഭിണികളായ ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത ഗർഭാശയത്തിൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളാക്കുമാറാകട്ടെ.